എക്സ്പ്ലോറിയൻ മല്ലുവിൻ്റെ കേരള യാത്രയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിൽ സ്നേക്ക് പാർക്ക് എന്നുള്ള ഒരു കിടിലൻ സംഭവമുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലേസ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആ ടിക്കറ്റ് കൊടുത്തിട്ടൊക്കെ കയറിയിട്ട് നമുക്ക് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഭാഗം കാണിക്കാം കേട്ടോ. നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളെ കടയിൽ ആ ഒരു കടയിൽ ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മളെ ചങ്ക് ബ്രോ ഉണ്ട്, മുത്തുമണിൻ്റെ. ഞങ്ങൾ ആ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഒന്ന് കയറിയിട്ട് ആ ഒരു കാഴ്ച കാണാം കേട്ടോ. സെറ്റായി നിൽക്കി പവർ കേട്ടോ. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ടൈം എന്നുള്ളത് 8 മണി ടു 5 മണി വരെ. രാവിലെ 8 മണിക്ക് തുറക്കും, 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റ് എടുക്കുന്ന റേറ്റ് എന്താ വെച്ചാൽ 80 വയസ്സിൻ്റെ മേലുള്ളവർക്ക് സൗജന്യം, അതുപോലെ 13 വയസ്സ് മുതൽ 40 റുപ്യ, പിന്നെ 5 വയസ്സ് വരെ സൗജന്യം. അതും ടിക്കറ്റിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മാസ്ക് നിർബന്ധം കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട്. നമ്മളെ ചെക്കനെ അവിടെ ടിക്കറ്റിന് കാത്തു നിൽക്കുന്നു, എടുക്കുന്നു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെ ആദ്യം വരുമ്പോൾ ഈ ഒരു കാഴ്ച കേട്ടോ കാണുന്നത്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ചെക്കന്മാർക്ക് ചാനലൊക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യം തന്നെ ഇവിടേക്ക് നമുക്ക് കയറുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാണേ. ഇതിനുള്ള കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. ഉച്ചത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഞാൻ ക്യാമറ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാം. അതെന്നെ വരുന്ന പിന്നെ ആദ്യം കാണുന്ന കാഴ്ച ഈ ഒരു സംഭവമാണ്. കുറേ മീനുകൾ എന്താണെന്ന് പേര് എനിക്കറിയില്ല. ഞാൻ കാണുന്ന കാഴ്ചകൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ കുറേ മീനുണ്ട് കേട്ടോ. പല മീനുകളുണ്ട്. ആ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കാട്ടുപൂച്ച, മുള്ളംപന്നി, ഉടുമ്പ്, മരപ്പട്ടി, കുരങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് കാണാം. ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ ആ മരപ്പട്ടിണി അങ്ങനത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ കുറേ എന്തൊക്കെയാണ് മരങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് അതൊക്കെ നമുക്ക് അറിവ് നേടാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്ത് എക്സ്പ്ലോറിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അങ്ങോട്ട് ആദ്യ എൻട്രൻസിൽ കാണുന്നത് ആ ഒരു കാഴ്ചയാണ്. നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീക്കെൻഡിൽ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ല സെറ്റപ്പാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട്. പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോറിനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലൊക്കേഷനാണെന്ന് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അടിപൊളി. ഫാമിലി ആയിട്ടൊക്കെ വരാം കേട്ടോ. പിന്നെ മാസ്ക് എന്താ വരാത്ത വെച്ചാൽ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ മുള്ളംപന്നി സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുക, സമയമെടുത്ത് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കുക. അതിനൊക്കെ പറ്റിയ നല്ല കിടിലൻ പ്ലേസാണ്. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കി, വായിച്ച് മനസ്സിലാക്കി. ഈ ഹിസ്റ്ററി പഠിക്കുന്നവർക്കും സയൻസ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ പക്ഷികളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കേണ്ടവർക്കൊക്കെ ഇവിടെ വന്നിട്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് വേറൊരു കാഴ്ചയാവുന്നു മാത്രം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടോ നല്ല രീതിക്ക് ഓരോരോ സെറ്റപ്പാക്കി ഇങ്ങനെ ഇതെന്താ തപോസിയ വായിച്ചേട്ടോ. അണലിനെ കുറിച്ചിട്ട് അണലി ഇതാക്കണം. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഒരു ബോർഡ് കാണാം കേട്ടോ. ഇവിടെ ചേര, മണ്ണൂലി, പെരുമ്പാമ്പ്,
വെള്ളിമരൻ, കാട്ടുപാമ്പ്, പിന്നെ പൂച്ചക്കണ്ണൻ പാമ്പ്. ഈ ഒരു പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. നമ്മൾ അണലിനെ കണ്ടു. ഈ നീർക്കോലി ഇതാണ് നീർക്കോലി. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ, ഇതാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുക, വായിക്കാം. നീർക്കോലിക്ക് വിഷമില്ല കേട്ടോ, കടിച്ചു. ഇതാട്ടോ പെരുമ്പാമ്പ്. കണ്ടോളി, ഞാൻ ജസ്റ്റ് ഇതൊന്ന് കേട്ടെ എന്നിട്ട് കാണിച്ചു തരാം. കാണാൻ പറ്റും നിങ്ങൾക്ക്. തലപൊക്കിൻ്റെ പൊന്നളിയ. യെസ്, ഇതാട്ടോ പല 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 പാമ്പുകളൊക്കെ വന്നിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. മൂർക്കൻ, ഇതൊക്കെ നമ്മളിവിടുന്ന് മെയിനായിട്ട് കണ്ടുപോകുന്നതാണ്. ഇനി ഇവിടെ അധികം കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഇവിടെ വലിയൊരു കാഴ്ച ഉണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ട് വീക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മണ്ണൂരി, ഇതൊക്കെ അവിടെ നമ്മൾ കണ്ടാട്ടോ. എവിടെയുള്ള ഉള്ളിലെല്ലാം പോകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാണുക, വരിക, എക്സ്പ്ലോർ ചെയ്യുക. വീക്കെൻഡിലൊക്കെ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് മാക്സിമം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. സെറ്റപ്പാട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, കുട്ടികളെ കളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു ഹൈലൈറ്റാണ്. ഒരു കൂട്ടം ഇങ്ങനെ വള്ളിക്കെട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. വള്ളിക്കെട്ട് എന്ന് കേട്ടിരിക്കണം നിങ്ങൾ. ആ ഒരു വള്ളിക്കെട്ട് ഞാൻ കാണിച്ചത്. എന്താണ് ഇവിടെ അടുക്കിക്കാണ് കേട്ടോ. ഹായ് പറ കേട്ടോ. റിഫ്ലക്ഷൻ അടിക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ടോ കേട്ടോ. അതിൻ്റെ മുകളിൽ സെറ്റപ്പാക്കിയിട്ട് സെറ്റായിട്ട് ഇങ്ങനെ ആയിട്ടാളെ ശരിക്കും നോക്കുന്നുണ്ട്. അവിടെ മുതലിനെ കണ്ടില്ല ഏറ്റവും മറ്റേ എന്താ പറയുക, ചിക്കൻ കാലൊക്കെ ഇട്ടിട്ട് അവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മളൊരു ചെക്കനെ കണ്ടിരുന്നു കേട്ടോ. നമ്മളാ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ ഒരു എൻട്രൻസ് തന്നെ നമ്മളെ ചെക്കനെ കണ്ടിരുന്നു. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ഇസാൻ മുഹമ്മദ്. എനിക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇസാൻ വ്ലോഗ്സ്. എല്ലാവരും കയറി സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. പൊളിമാൻ. അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ചെക്കനെ പേര് പറഞ്ഞില്ലേ, പറഞ്ഞ നമ്മളെ ചെക്കനെ ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇവനക്കുണ്ട് ചാനൽ കേട്ടോ, ഇവനക്കുണ്ട് ചാനൽ. ഓൻ്റെ ചാനലും പരിചയപ്പെടുത്തും കേട്ടോ. നിൻ്റെ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ ചാനൽ കമ്മ്യൂണിറ്റി ടാബിൽ എന്തായാലും എൻ്റെ ലിങ്ക് ഇടും. ഉറപ്പായിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുറേ സമയത്ത് മനസ്സിലാക്കാണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീക്കെൻഡിലാകുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ ഒരു വിഷയിലൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കണ്ണൂരിനെ ഉള്ളത്, കണ്ണൂരത്തെ നല്ല വീടുകളൊക്കെ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല വൈബുള്ള സ്ഥലങ്ങളും നല്ല കൃത്യമായിട്ടുള്ള നല്ല ഡെസ്റ്റിനേഷനുകളൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു എല്ലാവർക്കും വരാൻ പറ്റിയതും അല്ലെങ്കിൽ ഉള്ളേരിയയിലൊക്കെ കറങ്ങി കൊണ്ടുവരുന്നുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റേ അടിച്ച് നിൽക്കുക. എന്തായാലും അടിപൊളി വീഡിയോ ഒക്കെ വരും, നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ഉള്ളേരിയയിലാണ്, നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഓടി വന്നത് ഇവൻ്റെ നാട്ടിൽ നിന്ന്. നമ്മൾ ഏകദേശം കണ്ണൂർക്ക് ആ ഒരു സിറ്റിക്ക് അങ്ങോട്ട് പോയിട്ടില്ല. കൂടുതൽ ഡെസ്റ്റിനേഷനുകളും കവർ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കണ്ണൂർ മൊത്തം കവർ ചെയ്തിട്ട് നേരെ കോഴിക്കോട്ടേക്ക് അടിക്കേണ്ടതുണ്ട്. നേരെ കോഴിക്കോട്, പിന്നെ വയനാട്, അങ്ങനെ മലപ്പുറം എന്തായാലും സ്കിപ്പ് ചെയ്യും. പിന്നെ പാലക്കാട് അങ്ങനെ പോകാനാണ് സാധ്യത. പിന്നെ ഇപ്പോൾ എന്തായാലും സ്റ്റേ അടിച്ച് നിൽക്ക്, നല്ല കാഴ്ചകളൊക്കെ വരും. പിന്നെ പ്രധാനമായിട്ട് എന്താ പറയുള്ളത്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല കാഴ്ചകളായിട്ട് വീണ്ടും വരും. മല്ലു എക്സ്പ്ലോർ ചെയ്യുക. കാത്തിരിക്കട്ടോ. പൊളി.